ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എത്തിയേക്കുന്നത് ഇന്ത്യൻ ബൈക്ക് 3D എന്ന ഗെയിമാണ്. ഇതാണ് നമ്മുടെ ആള്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒന്ന് ഉടുപ്പ് മാറാം. അല്ല, കുളിച്ചിട്ട് ഉടുപ്പ് മാറാം. അവിടെ സ്വിമ്മിങ് പൂളുണ്ട്, നമുക്ക് പോയി കുളിക്കാം. ആദ്യമേ രാവിലെ കുളിച്ചില്ലെങ്കിൽ ചെയ്യത്തില്ല. പല്ലൊന്നും തേക്കണ്ട, കുളിച്ചാൽ മാത്രം മതി. രാവിലെ ഒന്ന് എളുപ്പം കയറേ. ഓക്കെ, കയറി. നമുക്ക് സ്വിമ്മിങ് പൂളിലോട്ട് ഇറങ്ങി കുളിക്കാം. ഇയാളെ ഞാടത്തെ. ഓക്കെ, നമ്മൾ കുളിക്കുവാണ് ഗൈസ്. കുളിക്കൂ. ഗൈസ്, നമ്മുടെ ആൾ കുളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉടുപ്പിടുക ഗൈസ്. അതിന് ഓടാം അങ്ങോട്ട്. ഓക്കെ, ഈ ഗ്ലാസ് ഒരു ശല്യമാണ്. ഓക്കെ, സ്റ്റെപ്പ് അങ്ങോട്ട് പോയി ഉടുപ്പിടാം. ഇതിങ്ങനെ ഉടുപ്പിടുന്നത്, ഇതിനകത്ത് ഉടുപ്പിടുന്ന ഒരു രീതിയുണ്ട് ഗൈസ്. എനിക്കതാ ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഗൈസ്. ഫോൺ എടുക്കേ. ഞാൻ ഈ കൺട്രോളിൻ്റെ അല്ല നോക്കുന്നത്, എനിക്ക് ഉടുപ്പാണ് വേണ്ടിയത്. ഇതൊന്നും കിട്ടാത്ത. ഇതുമല്ല ഗൈസ്, ഇവിടെ ഒരു ഉടുപ്പിൻ്റെ ഐറ്റം ഉണ്ട്. ഇതുമല്ല, ഇതവിടെ ഉടുപ്പ്. മിസ്റ്റർ ഉടുപ്പ് അവിടെ. ഇതുമല്ല. അയ്യോ. ഓക്കെ, ഇതുമല്ല. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. നമുക്കായ നമ്മുടെ ആളുടെ തല ഒരു മുടി വെച്ച് കൊടുക്കാം. ഇത് വേണ്ട. ഈ മുടിയോ ആളെ തിരികെ വയ്ക്കുമോ? അത് പറ്റില്ല, ഈ മുടി കൊള്ളത്തില്ല ഗൈസ്. മുടി നമുക്ക് നോക്കാം അവസാനം. ബാഗ് വേണ്ട, തീരെ പോരാ. ബാഗ് പലതും ഉണ്ടോ? ഇതും വേണ്ട. ഈ വൈറ്റ് ബാഗ് അത്രയ്ക്ക് പോരാ. ഇത് വേണ്ട. ഇതിരുന്നോട്ടെ. ഇത് മതി. മാസ്ക് ഒരെണ്ണം വേണം. ഈ മാസ്ക് വേണ്ട. ഇത് മതി. പാൻറ്റ് ഇത് നോക്കട്ടെ, വേറെ പാൻറ് ഉണ്ടോ? ഈ പാൻറ് വേണ്ട, ഇതും വേണ്ട. ഈ മിലിറ്ററിക്കാരൻ്റെ പാൻറ് പിടിക്കും. ഷർട്ട് ഇത് മതിയായിരിക്കും. നമുക്ക് ഈ ബാഗ് മാറ്റിയാലോ? ഓക്കെ, ഷർട്ട് ഇതുണ്ട്. അല്ല, പാൻറ് നമ്മൾ മാറ്റിയില്ല. ഈ പാൻറ് വേണ്ട. മിലിറ്ററിക്കാരുടെ പാൻറ് ഇവിടെ. ഓക്കെ, പോയി. കിട്ടി. ഇപ്പോൾ ഒരു കൃത്യ മിലിറ്ററിക്കാർ പക്ഷെ നമുക്ക് അങ്ങനത്തെ മോഹമല്ല വേണ്ട. ഇതും കുഴപ്പമില്ല. ഇതും വേണ്ട. ഇത് മതി. തൊപ്പി ഇതുണ്ട്. ഇതേ ഉള്ളോ? മിസ്റ്റർ തൊപ്പിയില്ലേ? ഒരു തൊപ്പി വെച്ചേക്കാം. നമുക്ക് മാസ്ക് മാറ്റിയേക്കാം. മാസ്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹെയർ വേണ്ട. തൊപ്പി വേണം. തൊപ്പി ഓക്കെ. ഗ്ലാസ് ഒരു ഗ്ലാസ് ഗൈസ്. ആളുടെ മുഖം നമുക്ക് നോക്കാൻ പറ്റുമോന്ന് അറിഞ്ഞൂടെ. നോക്കണം. മിസ്റ്റർ മുഖം കാണിക്കൂ. ഇയാൾ എന്നെ ഒളിച്ചു കളി വയ്ക്കുന്നു. ഒരു കണ്ണാടി പോലും ഇല്ലേ ഗൈസ് ഈ വീട്ടിൽ. ഇയാളുടെ മുഖം ഒന്ന് കാണിച്ചാൽ തന്നെ. പക്ഷെ കണ്ണാടി വേണോ? നമുക്ക് കണ്ണാടി ഒന്ന് മാറ്റിയേക്കാം. ഇതെങ്ങനെയാ? കണ്ണാടി വേണ്ട. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പോയിട്ടുണ്ട്. ഇനി ഇവിടെ വല്ലതും ഉണ്ടോ? നമുക്ക് കമ്പ്യൂട്ടറിലൊന്നും കയറാൻ പറ്റുമോ നോക്കണം. വേണ്ട. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ കാര്യം കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഇത് നിൽക്കതാ. എനിക്ക് നിൽക്കതല്ല വേണ്ട, പാൻറ്റ് മതി.
ഇതല്ലേ ഉള്ളോ? നഷ്ടം. ഈ ബാൻഡ് പോട്ടെ. ഓക്കെ, പുറത്തോട്ട് പോയിട്ട് ഞാൻ കാണിച്ചുതരാം. അയ്യോ, വെള്ളത്തിൽ വീണ്. ഗൈസ്, നമുക്ക് പുറത്ത് പോയിട്ട് ആ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഫോണിക്ക് ഇവിടെ എന്തെങ്കിലും ശരിയാവുമോ? നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. നമ്മുടെ ഈ കയ്യിരിക്കുന്ന ഈ ഫോൺ കണ്ടോ? ഈ ഫോണ് ഇതിൻ്റെ ഇവിടെ നമ്മൾ ഈ വിളിക്കുന്ന സ്ഥാനത്തിപ്പൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാവരും വിളിക്കാനുള്ളതായിരിക്കുന്നത്. ഗൈസ്, ഇത് അതിനുള്ളതല്ല ഗൈസ്. ഇതുള്ളത് വിളിക്കാനൊന്നുമല്ല ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ നമ്പറിൻ്റെ സ്ഥാനത്ത് 0 നിൽക്കിയെന്ന് ചോദിച്ചോ, ഓരോ നമ്പർ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ കിട്ടും. നമ്മൾ 0 നിൽക്കി കോൾ ചെയ്തു. ഗ്യാസ് കുറ്റി വന്നത് കണ്ടോ? ഇതേപോലെ പല സാധനം വരും. നമുക്ക് അതെല്ലാം ടെസ്റ്റ് JC വരെ ഉണ്ട് ഗൈസിനകത്ത്. നമുക്ക് ഈ ഗ്യാസ് കുറ്റി ഒന്ന് പൊട്ടിച്ചേക്കാം. നമുക്ക് ഇത് വെച്ച് പൊട്ടിക്കാം. ഓക്കെ, കണ്ട ഗൈസ്, അതിപ്പോൾ പൊട്ടിയത് ഗൈസ്. നമ്മുടെ അടുത്ത് പൊട്ടി ഇപ്പോഴത്തെ വെച്ച് പണിയാണ് ഗൈസ്. അതങ്ങ് പോവുക. പൊട്ടി തെറിച്ച് ഗൈസ്. നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് പൊട്ടി തെറിപ്പിക്കാം. പൊട്ടെ. എൻ്റെ പൊന്നെ, എൻ്റെ തലമുണ്ടേ വീരൻ. ഇവിടെ അതെൻ്റെ തലമുണ്ട് വീഴുന്നു. പൊട്ടില്ല. ഓക്കെ, രക്ഷപ്പെട്ട്. അത് ഇപ്പം പണി ഇടുന്നു ഗൈസ്. എനിക്ക് ഒരാളവിടെ നടക്കുന്നുണ്ട്, അയാളൊന്ന് കൊന്നേക്കാം. എൻ്റെ ഈ പരിപാടികൾക്ക് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ വന്നേ? ഇതൊരു പെണ്ണുമ്പോളയോടെ നിൽക്കുന്നത്. നമുക്ക് ഇയാളോടെ കൊന്നേക്കാം. പെണ്ണുമ്പോളയും തൂത്തിട്ടുണ്ട് ഗൈസ്. 2 സ്റ്റാർ ആയി ഗൈസ്. നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വന്നുകൊണ്ടോണം ഗൈസ്. ഇവിടെ പോലീസ് വരും. നമുക്ക് ഒന്ന് പുതുകിലോട്ട് മാറി എങ്ങനെ ഇരിക്കാം. പോലീസ് വന്നതിന് നല്ല പണിയാണ്. അതേ വരുന്നു. വരട്ടെ. ഞാൻ തരാം അയാൾക്ക്. വണ്ടി നിർത്തേ. എങ്ങോട്ട് കയറ്റിക്കൊണ്ടോ അയാൾ? ഗൈസ്, 2 പോലീസ് വണ്ടി. അയാൾ ഓടിപ്പോന്നു ഗൈസ്. അയാൾക്ക് വയ്യെന്ന് തോന്നുന്നു. ഇതെത്ര വണ്ടിയാണ് വരുന്നേ ഗൈസ്? അടുത്ത വണ്ടി. ഇയാളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ തരാം. നിങ്ങളുടെ ഈ സാധാരണ തോക്ക് എൻ്റെ AK-47 ആവുള്ളത്. ഞങ്ങൾക്ക് വയ്യേ ഗൈസ്. ഹെൽത്ത് കൊന്നു ഗൈസ്. നമ്മളെ കൊന്ന്. നിന്നോടാണ് ചാകുന്നത് ഗൈസ്. നമുക്ക് വീണ്ടും റിസ്പോൺ ആകാം. അത് കഴിഞ്ഞിട്ട് ഇയാളെ വീണ്ടും വന്ന് അടിക്കാം. ഞാൻ ഈ ഉടുപ്പെല്ലാം എടുത്ത് ഇതെന്ന് നോക്കും. ഷർട്ട് ഇതല്ല. ഇത് മതി. ഇത് സ്റ്റൈൽ. സ്പീഡ് പോക്ക് എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എളുപ്പം പോകും. എനിക്കിവിടെ അങ്ങ് മാറിയൊന്നും ഇരിക്കാം ഗൈസ്. അത് ഏറ്റവും കൂടെ നല്ലതെന്ന് തോന്നാം. നമുക്കിവിടെ നിൽക്കാം ഗൈസ്. ഇനി നമുക്ക് അടുത്ത നമ്പർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്ത് നമുക്ക് 1 ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒന്നും വന്നില്ല. ഇതന്നെ ഒന്നും ഇല്ലേ? എനിക്ക് ഗൈസ് 1 വിളിച്ചാൽ ഒന്നും ഇല്ലെന്ന് തോന്നാം. ഒന്നുമില്ല. നമുക്ക് വേറെ നമ്പർ നോക്കാം. 2 വിളിച്ച് നോക്കാം. 2
അതുമില്ല. നമുക്ക് 51 നോക്കിയാലും TRX വരുമെന്ന് ഗൈസ് വരും. നമുക്ക് നോക്കിയാലോ 51 ഗൈസ് TRX വന്നിട്ടുണ്ടേ ഗൈസ്. ഇതാണ് ഈ ഗെയിമിനകത്തുള്ള TRX. പിന്നെ കൊന്നേക്കല്ലെങ്കിൽ നമുക്ക് പറയാം. മിസ്റ്റർ TRX അതെൻ്റെ വീടാണ്, തനിക്കുള്ള വീടല്ല. ഇത് ഈ ഗൈസ് നമ്മുടെ വീട് വലിയ ഓടിക്കുമെന്ന് തോന്നിയത് കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പണി കിട്ടുമോന്ന്. ഇവിടെ ഒന്ന് തോക്കുവോ? സ്പീഡ് ഓടെ TRXനെ കൊല്ലണം. ഗൈസ് നമ്മുടെ വീടിൻ്റെ ഇപ്പത്തോടെ വരുന്നുണ്ടേ. ഇയാൾ ഇതെന്നാ വീടിൻ്റെ ഉള്ളിലൂടെ കയറുമോ? ഗൈസ് നമ്മൾ കൊന്നിട്ടുണ്ട്. ഇതുവരെ കുറേ സാധനങ്ങളുണ്ട് ഗൈസിനകത്ത്. അതിനകത്തൊരു ഭാഗത്തിൽ വരുന്നതാണ് ഈ TRX. നമുക്ക് TRXൻ്റെ അടുത്ത് പോയി നോക്കാം. TRXൻ്റെ വായിക്കാത്ത കയറാൻ പറ്റുമോ നോക്കാം. ഇതിന് 2 TRX അല്ല, ഇത് TRX ഗൈസ്. നമുക്ക് പിന്നെ ഒന്ന് വെടി വെച്ചാലോ. ചത്ത് അതുപോയി ഗൈസ്. ഇനി നമുക്ക് ഈ ഹാൻഡ് എടുക്കാം. ഇനി അടുത്ത നമ്പർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ വെച്ച് തന്നെ ചെയ്യണം. നമുക്ക് 191 നോക്കിയാൽ ചിലപ്പോൾ കാർ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കിയാലോ. 19 പോയി എന്തായാലും പോ. ഓക്കെ അത് പോയിട്ടുണ്ട്. ഓക്കെ 191 കോൾ. ഇനി ഒന്ന് നമ്പർ മാറിപ്പോയി തോന്നുന്നു. ഒരു 191 അങ്ങനെ തോന്നുന്ന നമ്പർ. നമുക്കൊരു വശം നോക്കാം. വേറൊരു നമ്പർ 19119. ഒരു വശം ട്രൈ ചെയ്ത് നോക്കാം. 1911. ഓക്കെ കോൾ. ഇത് വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ വല്ല നമ്പർ നോക്കാം. വേറെ ഏത് നമ്പർ ഉള്ളേ? നമുക്കിന്നത് കാറ് വരുത്താൻ പറ്റും, പക്ഷെ അതിൻ്റെ നമ്പർ എനിക്ക് അത്രയ്ക്ക് ഇതില്ല, അറിയത്തില്ല. നമുക്ക് വേറെ നമ്പർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ നമ്പർ നോക്കാം. 65. ഇതുമില്ല. നമുക്ക് 130 വിളിച്ചാൽ എന്തോ വരുമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്കൊന്ന് സോംബിയാന്ന് തോന്നുന്നു. എനിക്ക് അന്നൊന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയിരിക്കാം. അവിടെ ആകുമ്പോൾ വെടിവെക്കാൻ സിമ്പിളാണ് കേസ്. നമുക്കൊരു കാർ പിടിച്ചെടുത്തോണ്ട് പോവാം. അവിടെ സോംബിയെല്ലാം വരുവാണെങ്കിൽ നല്ല പണി കേസ്. കൊല്ലാനും പാടാ, നമ്മൾ ചത്തുപോവുകയും ചെയ്യും. ഒരു കാർ ആദ്യമേ കിട്ടണം. അല്ല വേണം, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറിയിരിക്കാതെ ഈ ബിൽഡിങ്ങിലോട്ട് കയറാം. സ്പീഡ് പോ. കളിച്ച് സ്ലോ മോഷനാണ്. പോ ഇവിടെ പോടി. നമുക്കിവിടെ നിൽക്കാം. എന്നിട്ട് സോംബിനെ നമുക്ക് വഴുത്താൻ നോക്കാം. 130 അങ്ങനെ എന്തോ പറയുന്നത് നോക്കിയാലോ. 130 സോംബി വന്നതിന് നല്ല പണിയാണ്. 130 സോംബി ഇല്ലേ? ചുമ്മാ ഇവിടെ വരെ വന്നു. ഇത് നമുക്ക് ഇറങ്ങി താഴോട്ട് പോവാം. നമുക്കൊരു കാറ് പിടിച്ചെടുക്കണം കേസ്. എന്നാലും നമുക്ക് എളുപ്പുന്ന ആവശ്യമുണ്ട്. പോകണമെങ്കിൽ പറ്റത്തുള്ളൂ. ആ കാറ് എടുക്കുന്ന അത് അതിനകത്ത് സ്പീഡില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ നീലക്കാറൊക്കെ ഇന്നൊരു മന്ത് സ്പീഡുള്ള
ഈ നീലക്കാത് പോയി മറ്റേ കാതിൽ കൊണ്ട് ഇടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാത് എടുക്കാം. ഇതിനകത്ത് 1% സ്പീഡ് കൂടിയത്, 1% ഇവിടെ 10%. പോകുന്ന മുന്നേ പോകണം. ഓ വാലും തോന്നുന്നു. കേറേ ഇവിടെ കേറടേ. ഓക്കെ കാത് പോട്ടെ. യെസ് നമ്മളടുത്ത് തന്നെ. സ്റ്റോപ്പ്. ഇയാൾ പുറകിലൂടെ പോകണോ? അത് കൊള്ളാം. എന്നെ വിട്ടിട്ടേ കാര്യമുള്ളൂ. വെയിറ്റ് ചെയ്യാം. അവങ്ങേ നമുക്ക് ആ കാത് തന്നെ. അയാളുടെ ധൈര്യം കണ്ട സുഖമായി പുറകിന്ന് പോകുന്നത്. ഈ കാവ് തന്നെ ഇരിക്കുന്നത്. എന്നാൽ ഇച്ചിരി സ്റ്റൈൽ കൂടിയത് തന്നെ. ഇത് ഓൺ അടിക്കുന്ന ഇയാളെ വെടിവെച്ച് കൊന്നാലോ? വേണ്ട, നമുക്ക് ഈ കാതെടുക്കാം. ഓക്കെ നമുക്കൊരു ജമ്പ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭാഗ്യം പങ്കിട്ട് നോക്കാം. ഇത് അവിടെ ചാടാനുള്ള സാധനമുണ്ട്. എൻ്റെ മണ്ടയോട് ചാടണം. ഓ 2 ഉണ്ട് കേട്ടോ. ഓ പണിവാളി. ഓ ഓ ഓ ചാടിപ്പോ. ഞാൻ ഈ വണ്ടി നിന്ന് പൊട്ടിച്ചളയാൻ പോയി ദേഷ്യം വരുന്ന. വണ്ടി പോവോ? നമുക്ക് ഈ വണ്ടീനെ അങ്ങ് തീർത്തേക്കാം. എൻ്റെ ആവശ്യമില്ല. സ്റ്റിക്ക് ബോംബ് നോക്കട്ടെ പൊട്ടുമെന്ന് പറഞ്ഞോളെ. എനിക്കിത് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി. അപ്പോൾ നമുക്ക് മാറി നിൽക്കാമേ. ഇതിനെ പൊട്ടാത്തേ. ഓ അത് നമ്മുടെ ഫോണിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അതിൻ്റെ അകത്തും തീരുമാനമായി. വല്ലോ ആവശ്യമുണ്ടായിരുന്നു വണ്ടി. മര്യാദയ്ക്ക് പോകുന്നില്ല എന്നൊരു ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്ത്. ഓക്കെ അതിൻ്റെ അകത്തും തീരുമാനമായി. നമുക്ക് വേറൊരു കാവ് വേണം. യെസ് ഇത് നല്ല കാവ്. സ്പീഡ് പോകുമ്പോൾ ആ പച്ചക്കാവ് എടുക്കാം. അയച്ചോട് നല്ല സ്റ്റൈലായിരിക്കുന്നു. നെക്സ്റ്റ് അത് വണ്ടി തരണം. അങ്ങോട്ട് പോടേ. ഇത് വല്ലാത്ത സ്ലോയാ വണ്ടി. താ ഓ അങ്ങോട്ട് എത്തിയില്ലേ. താങ്കൾ വണ്ടി തരണം. ക്യാമറ ഓക്കെ നമുക്ക് വണ്ടി ഇട്ടിട്ടുണ്ട്. ഹാൻഡ് ഓക്കെ. ഞാൻ അതിനെ വേണ്ടി കയറിയിട്ടാണ് നോക്കുന്നത്. അയ്യോ ഇതും പോയി. നിൽക്കേ ഇതിന് ഞാൻ കൊടുക്കാം സമ്മാനം. വെയിറ്റ് ഗേറ്റോട്ട് അടിച്ച് ഇപ്പത്തെ ഒരു ഇറങ്ങേ. അയ്യോ ഒരാൾ വീണ് ഹെൽത്ത് തോന്നി വയസ്സ്. അയ്യോ അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ലേ. അങ്ങോട്ട് നീങ്ങ. നമുക്ക് വേറൊരു കാർ കഞ്ഞു മുന്നേ ഇതൊന്ന് പൊട്ടിച്ച് കളയാം. ഏതായാലും ഇത്ര കണ്ട് നടന്നതല്ലേ. ഇനി ഇവൻ്റെയും ആവശ്യമില്ല. യെസ് നമ്മുടെ പണി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അങ്ങ് പൊട്ടിക്കാം. ഫോൺ എടുക്കട്ടെ.
എവിടെയായിരുന്നു? ഓക്കെ, ഒരു പടക്കം ഇടുന്നുണ്ട് ഗൈസ്. എല്ലാം കയ്യിലിരിക്കുന്നു. എന്തൊരു സുഖം. ഇതിനെ പറ്റി ഓൺ പോ. ഓക്കെ, വേറൊരു കാതോടെ വന്നിരിക്കുന്നു. നമുക്ക് ഈ കാതോടെ അങ്ങനെ എടുത്തേക്കാം. എനിക്ക് ഇന്നത്തോളം ആളെ വെടിവെച്ച് കൊല്ലണം. ഫോൺ പോവും. ഒരു AK-47 എടുക്കാം. സ്നൈപ്പ് വേണ്ട, സ്നൈപ്പ് ഭയങ്കര പാടാണ്. താങ്കൾ ദയവായി ഇറങ്ങേണ്ടതാണ്. ഞാൻ ആളിയാകത്തെ തൻ്റെ വണ്ടി ഒരു കൂട്ടിയത് അയാൾക്ക് ഒരു ഇതുമില്ല, ഊസില്ല. ഓ, വണ്ടിയും കത്തി തുടങ്ങി. അയാളുടെ വണ്ടി പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ വണ്ടി പോയിക്കോളും. ഓക്കെ, ബാക്കി 2 വണ്ടിയിലായിരുന്നു തീരുമാനമായി. ചിലപ്പോൾ ആയി ഒരു വണ്ടി കൂട്ടി, മറ്റേ വണ്ടി കൂട്ടിയില്ല. എനിക്ക് ദേഷ്യം വരുന്നു. ഓക്കെ, നീയും പൊട്ടിച്ചിരിക്കേ. റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ തീരുമാനമായി. എന്തൊരു സമാധാനം ഇങ്ങനെ ചെയ്യുമ്പോൾ. പിസ്റ്റലിൻ്റെ ഗുണമില്ല, ഇത് ഗുണമില്ല. വിസയിൽ എടുത്തിട്ട് ഓടാ കൈസ്. പോലീസുകാരൻ വരുന്നുണ്ട്. ഒന്നോടെ. ഇത് എന്താ ഇഷ്ടമില്ലാത്ത പരിപാടി. ഇതാവശ്യമുള്ള പോലത്തുമില്ല ഇയാൾ. എനിക്കിൻ്റെ ഇടയിൽ കയറിയിട്ട് അപ്പോൾ വണ്ടി വരുവാണെങ്കിൽ സീനില്ല. ഓ, അയാൾ നമ്മൾ നെഞ്ചത്തോട്ട് കയറ്റാനാണ് നോക്കുന്നത്. ഓക്കെ, അയാൾ നമ്മളെ വെടിവെക്കുന്നു. ഞാൻ അയാൾക്ക് കൊടുക്കാൻ പോവാം. അയാളുടെ ക്രിമികടി കഴിഞ്ഞു. നമ്മൾ നെഞ്ചത്തോട്ട് വണ്ടി കയറ്റിയോ എന്ന് ഡൗട്ട്. ഓക്കെ, ഇയാൾക്ക് തന്നെ ധൈര്യം. ഓ, നമ്മളെ കൊന്നു കൈസ്. ഇത് വെച്ച് ചെയ്യാനുള്ള പാടില്ല. എളുപ്പമൊന്നും ലോഡാകത്തില്ല. അതായത് നമുക്ക് വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് പോവാം. സെറ്റിങ്സ് നോക്കട്ടെ. ജോസ്റ്റിക്കോ കൺട്രോളോ അതന്നെ ടച്ച് മതി. ഇതിൽ എന്തൊക്കെയാണോ ആർക്കറിയാം. ഓക്കെ, ഹെലികോപ്റ്റർ കിട്ടും കേസ്. ഹെലികോപ്റ്റർ ഞാൻ പറയാൻ പോകുന്നത് JC കിട്ടും, ഹെലികോപ്റ്റർ കിട്ടും. നമ്മൾ ജെറ്റ് പാക്ക് ഇല്ല, അതെല്ലാം കിട്ടും കേസ്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇയാളൊന്ന് കയറട്ടെ. നമുക്കത് വീടിൻ്റെ പുറത്ത് പോയി അങ്ങ് ദൂരെയുള്ള സ്ഥലത്തുങ്ങളിപ്പോൾ എന്നാൽ സേഫായി നമുക്ക് ഇരിക്കാനെല്ലാം പറ്റുന്ന സ്ഥലം. ചിലപ്പോൾ വല്ല നമ്പർ മാറി പോയി സോംബി വല്ലതും നല്ല പണി കേസ്.
നമുക്ക് വേണമെങ്കിൽ സോംബി മൂഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ സോംബി ഒന്നും ചാകത്തില്ല. അത് ഏറ്റവും പാട്. നമുക്കൊരു പ്ലെയിൻ എടുത്തിട്ട് പോയാലോ? പ്ലെയിൻ എടുക്കാം. എയർപോർട്ടിലോട്ട് പോവാം. ഒരു കാർ എടുക്കട്ടെ ആദ്യമേ. കാറിൻ്റെ അടുത്ത് എത്താനായിരിക്കുന്നു. ഈ കാത് വെടിവെച്ചിട്ടാലോ? വേണ്ട, അങ്ങനെ പണി കിട്ടിയെങ്കിലും. താങ്കൾ ദയവായി വെയിറ്റ് ചെയ്യണം. താങ്കളുടെ വണ്ടി എനിക്ക് വേണം. തരൂ, നിങ്ങളുടെ വണ്ടി തരൂ ബൈ. ഓക്കെ, നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം ഗൈസ്. ഇതാ ഗൈസ് പോലീസ് സ്റ്റേഷൻ. നേരത്തെ പോലീസുണ്ട്, ഒത്തിരി ഇല്ല, ഇച്ചിരി പേര്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് 4-5 പേരേ ഉള്ളൂ മാക്സിമം ഇന്നത്തോടെ. അപ്പം അപ്പുറത്ത് 2 പേരുണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷൻ നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. അതിന് മുന്നേ നമുക്ക് എയർപോർട്ടിൽ പോവാം. എയർപോർട്ട് പോട്ടെ. പ്ലെയിൻ എല്ലാം ഇടുന്ന സ്ഥലം. ഈ പ്ലെയിൻ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ആ പ്ലെയിനേ പറ്റത്തുള്ളൂ. ഇതാ എയർപോർട്ട്. പക്ഷെ അത് കയറാൻ പറ്റില്ല. ഈ കഥ പോയ എനിക്ക് ഇവിടെ ഒരു വേറെ സ്ഥലം കാണാം. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു എയർപോർട്ട്. ഒന്ന് ചെന്ന് നോക്കാം. ഞാൻ പോയിട്ടില്ല ഇവിടെ ഒന്നും. ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലെയിൻ മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അതുകൊണ്ട് ഈ സ്ഥലമൊന്നും അത്ര ഇതില്ല, പരിചയമില്ല ഗൈസ്. ഇവിടെ അയൺമാൻ്റെ വീടെല്ലാം ഉണ്ട് ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാമോ? സ്പീഡ് പോ. ഇവിടെ എവിടെയാണ് എൻ്റെ എൻട്രൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. സാധാരണ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ വണ്ടി പോടേ. ഇതെടുത്ത വണ്ടി ഭയങ്കര സ്ലോയുണ്ട്. വരുന്നത് എൻട്രൻസ്. നമ്മൾ പുറത്തോട്ട് പോയി. എനിക്ക് പോകണം അകത്തോട്ട്. എന്നെ ഇവിടെ നമുക്ക് കയറാനുള്ള ഒരു ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഗ്ലിച്ച് വർക്ക് ചെയ്യത്തില്ല. നമുക്ക് പോകുന്നവർ തന്നെ വേണ്ടി വരും. ബാഗ് വരിമാതിപ്പോയി. നമുക്ക് അവിടുന്ന് വേണ്ടേ. ഇവിടെ അല്ലേ പ്ലെയിനുകൾ. അപ്പോൾ അപ്പുറത്തെ സൈഡോട് വേണ്ടേ. സ്പീഡ് പോ. അയ്യോ, ആരെ ഇടിക്കില്ല. അയ്യോ, കേസ് വന്നില്ല കേട്ടോ. കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുമാരുടെ ശല്യമാണ്. പോകത്തുമില്ല. സ്പീഡ് പോ. നമുക്ക് വണ്ടി എടുക്കണം. വെളുമുളക്കില്ല. എന്നാ ഇതാ റോഡിൻ്റെ മുന്നിൽ കയറിയിരിക്കുന്നത്. എൻ്റെ പൊന്നു കേസ്. വീണില്ല. അങ്ങോട്ടങ്ങ് സ്പീഡിൽ അടിച്ച് കയറിപ്പോവാ. ഈ പ്ലെയിനിൽ കയറിച്ച് ഒരു പേര് ഏതായാലും അടുത്താണ്. നമുക്ക് അടുത്തോട്ട് നടന്നു പോവാം. ഓടെ. സ്പീഡപ്പ്. യു ക്യാൻ സ്പീഡപ്പ്. കേസുണ്ട്. ഓക്കെ കേസ്, നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. കേസ് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാട്. നമുക്കെല്ലാം ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് പോയി നിൽക്കാം. എന്നിട്ട് അവിടെ പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഓടിക്കണം എന്ന്. അയച്ച പാട് ഇങ്ങനെ വെച്ചാൽ ഓടും. ഇങ്ങനെ വെച്ചാൽ പറക്കും. പറഞ്ഞിട്ട് കൺട്രോൾ ചെയ്യാൻ പാടാന്ന് കത്തി. നമ്മുടെ ഇതും പോയി. എടുത്തൊന്നും പോയില്ല. പ്ലെയിൻ പോയി. എന്നാലും നമുക്ക് ട്രെയിൻ കിട്ടും ഗൈസ്. പക്ഷേ ട്രെയിൻ ഓടിക്കേണ്ട ആവശ്യമില്ല. എങ്ങോട്ടോ വന്ന് വീണ്. മര്യാദയ്ക്ക് അവിടെ പോയിരുന്നാൽ മതിയെന്ന്.
നമ്പേഴ്സില്ല, നമുക്ക് ഇവിടെ ടെസ്റ്റ് നോക്കാം. ഇത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയാലോ? എങ്ങനെ ഇരിക്കും? ഇത് അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ട് ഓടിപ്പോണ്ട, വണ്ടി പിടിച്ചു പോവാം. ഇൻസ്റ്റാ സ്റ്റോപ്പ് ചെയ്യൂ. ഞാനവിടെ ഓൺ അടിക്കുന്നേ. ഓൺ അടിക്കാമോ? ഇവിടെ ഒരു വലിയ ക്രിമിനലാണ് ഉള്ളത്. ഓൺ അടിക്കാൻ പാടില്ല. നിർത്തേ, വണ്ടി എടുത്തേ. ഗൈസ് നമ്മൾ മരം വരെ പൊട്ടിച്ചിട്ട് ഗൈസ് പോയത്. ഓ, ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുന്നു. അങ്ങോട്ട് പോവോ? ഇപ്പോൾ സ്പീഡി അടുത്താണ്. എനിക്ക് ഈ ഒരു ഏരിയയാണെന്ന് തോന്നുന്നു. വരുമ്പോൾ പോവോ? ആ ഗൈസ് ഇവിടെ തന്നെ തോന്നുന്നു. ഈ ഒരു ചെറിയ വില്ലേജ് എവിടെയാണ് ഗൈസ്? വരി മാറിപ്പോയോ? നമുക്ക് അങ്ങ് ഒന്നിച്ച് ഞങ്ങൾ പോയി നോക്കാം. ഗൈസ് ഇവിടെ അല്ല, ഇവിടെ എന്തോ ബിൽഡിങ് പണിയാൻ തോന്നുന്നു. നമുക്കതെല്ലാം ഒന്ന് നോക്കണം. പണി എങ്ങനെ പോകുന്നല്ല അറിയില്ലേ. നമ്മൾ ഓടിച്ചു നോക്കാം. ഇവിടെ മഞ്ഞേരിയാന്ന് തോന്നുന്നു. അല്ല തോന്നിപ്പിന്നെ. നമ്മുടെ പരിസരത്ത് നിന്ന് പോവാം. ഇയാൾക്കൊന്ന് കണ്ണു കാണത്തില്ലേ? നാടിലോട്ട് കൊണ്ടുപോയി വണ്ടി എടുക്കാം. അതായത് വണ്ടി അടിച്ചു പോയി. ഇപ്പം നല്ല വണ്ടി എടുക്കണം. പിന്നെ ഞാൻ വണ്ടിക്ക് കൺട്രോൾ ഇല്ല. അയ്യോ, പിന്നെ ചാകട്ടെ. ലോകത്ത് മനുഷ്യന്മാർ കൂടിയോണ്ട് മൃഗങ്ങൾക്ക് സസ്യങ്ങൾക്കും ജീവിക്കാൻ പോയി പറ്റുന്നില്ല. ചത്തുപോയി നന്ദി ഒരു കുഴപ്പമില്ല. എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ? ഇവിടെയാന്ന് തോന്നുന്നു. എനിക്ക് ഡൗട്ടുണ്ട്. വന്നിട്ടില്ല, നാളെ പോയായി. അയ്യോ ഗൈസ്, നമ്മൾ മരിച്ചു ഗൈസ്. ഒരാൾ നടന്നു വന്ന ഇടയിന്ന് ഫോണാണെന്ന് തോന്നുന്നു. നേരെ അയാളുടെ മുന്നേ വന്ന് വണ്ടി അടിച്ചപ്പോൾ നേരെ പോത്തോട്ട് ചാടി വീണും ചെയ്തു. എന്തൊരു പാവത്. സ്പീഡ് പോ. നമുക്ക് എളുപ്പം കാര്യം ചെയ്യണം. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉറപ്പാ. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പ് പോവാം. വലിയ ഇത് സീനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോട്ടെ. ഇവിടെ ആയതുകൊണ്ട് വലിയ പൊരിപ്പം കാണത്തില്ല. നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ ഗൈസ്, നമുക്കിനി ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ഇനി നമ്മൾ ഇപ്പം കൊണ്ടുവരാൻ പോകുന്നത് ആനേനെ കൊണ്ടുവന്നാലോ? ആന വെയിറ്റ് ചെയ്യേ, ഒന്ന് എഴുന്നേക്കട്ടെ. 6 9 9 ആന വരുമെന്നാണ് പറയുന്നത്. ആന, മിസ്റ്റർ ആന, ഇത് ഫേക്കാണോ എന്ന് ഡൗട്ട്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. 9 9 9. പ്ലീസ് അത് ഫേക്കാ. ഓക്കെ, അടുത്ത നമുക്ക്
അടുത്ത കേസ് നമുക്ക് ഹൽക്കിനെ കൊണ്ടുവരാം. അതിന് വേണ്ടിയത് 8 9 4 1 ഗൈസ് നമ്മൾ ഹൽക്കിനെ കൊണ്ടുവരാൻ പോകാൻ തോന്നുന്നു. നോക്കട്ടെ ഇതിനൊന്നും വരാത്തെ, ഫേക്ക് ആണോ എന്ന് ഡൗട്ട്. നമുക്കൊരു വർഷത്തായി നോക്കാം. നമുക്ക് JCB വരുത്തിക്കൊണ്ടുവരാം. 3 2 3 ഇത് 8 ഇതന്നെ ഇങ്ങനെ അത് കിട്ടത്തില്ല. ഞാൻ നെക്ക് മാറിപ്പോയെന്ന്. 2 3 ഇത് വേണം. പിന്നെ വേണ്ടേ 8 വേണം. വിളിച്ച് നോക്കാം. കിട്ടുന്നില്ല. എൻ്റെ ഒന്ന് ഫേക്ക് ആണോ എന്ന് ഡൗട്ട്. നമുക്ക് സിൻചാനെ വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നത് നോക്കണം. 5 9 8 2 അതും വർക്ക് ചെയ്യത്തില്ല. ഈ ദേഷ്യം വന്നു ഗൈസ്. കഷ്ടപ്പെട്ടിലൂടെ വന്നിട്ടൊരു തേങ്ങ കിടുന്നില്ല ഗൈസ്. 4 നോക്കി കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാം. നമുക്ക് നോക്കാം. വേറെ സാധനം പട്ടി എന്തോ പട്ടിയാണോ? പട്ടിയല്ല, സൈക്കിള് ഗൈസ്. കിട്ടി ഗൈസ്. സൈക്കിളിൽ നമുക്ക് കയറാം. സൈക്കിളിൽ കയറിയിട്ടുണ്ട്. ലൈറ്റ് ഇടണ്ടേ നിന്നേ പിന്നെ പുക വരുന്നേ. പോയി സൂപ്പർ സൈക്കിൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിടാം. വീട് ഏതായിരുന്നു? ഇതല്ലേ? അയ്യോ നമുക്ക് ബാക്ക് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിടാം. ബാക്കിലൂടെ എടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഒരു പട്ടീനെ കൊണ്ടുവരാം. എനിക്ക് ഇതൊന്ന് ഇറക്കി വെക്കട്ടെ. പട്ടീനെയല്ലേ നമുക്ക് വീട്ടിലൊരു പട്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്പർ 600. ഓക്കെ ഗൈസ്, നമുക്കൊരു പട്ടീനെ കിട്ടിയിട്ടുണ്ട്. മിസ്റ്റർ പട്ടി. ഗൈസ് നമുക്ക് പട്ടീൻ്റെ മണ്ടയ്ക്ക് കഴിക്കാം ഗൈസ്. ഗൈസ് പട്ടി നമ്മളെ കൊണ്ട് കൊണ്ടുപോകും. അത് കൊള്ളാമല്ലോ, നല്ല കാര്യം. ഓ ഗൈസ് പട്ടി സീൻ. പട്ടീൻ്റെ മണ്ടയ്ക്ക് കയറി പോകുന്നു നമ്മൾ. പട്ടീൻ്റെ തല നമ്മൾ ഇടിപ്പിച്ചിരിക്കുന്നു. പോ പട്ടി. ഇന്നത്തോടെ ആ പട്ടിയാകും ഉറപ്പാ. വീണ്ടും പിടിച്ച്. ഓക്കെ, അമ്മൻ്റെ വീടിൻ്റെ അകത്ത് തന്നെ പട്ടീനെ ഇട്ടേക്കാം. കയറും ഗൈസ്. അടുത്ത സാധനം ഗൈസ്, നമുക്കൊരു പട്ടീനെ അവിടെ കൊണ്ടുവന്നാലോ? ഗൈസ് നമുക്കൊരു പട്ടീനെ അവിടെ കൊണ്ടുവരാം. ഈ പട്ടീനെങ്കിൽ പോരാ, ഒരു പട്ടി അവിടെ വേണം. 2 പട്ടികളുണ്ടെങ്കിൽ പോലീസ് വരുവാണെങ്കിൽ കൈകാര്യം ചെയ്തോളും. ഗൈസ് ഒരു പട്ടിയെ വരത്തുള്ളൂ. ഇതിന് 2 നേരമുള്ളു. 10 പേരുണ്ടോ? നമുക്ക് വട്ട് പിടിക്കുന്നത്. ഏതാ നമുക്ക് പുറത്തോട്ട് പോവാം. വീടിൻ്റെ മേടി വല്ലതും കാണുമായിരിക്കും ചിലപ്പോൾ. നമുക്കിനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഗൈസ് 4 പ്രാവശ്യം 5 വെക്കുകയാണെങ്കിൽ ഗോസ്റ്റിൻ്റെ വണ്ടി വരുമെന്നാണ്. നമുക്ക് നോക്കാം.
4/5. ഗൈസ് ഗോസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. തീയത്തൊന്ന വണ്ടി. നമുക്കിത് കയറാം. കത്തിപ്പോവോ ഗൈസ്? നമ്മളിപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ ആളായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് പറന്നിട്ട് വരാം. ഗൈസ് അയ്യോ, നേരെ പിറ്റി പേടിച്ച്. ഇത് കത്തിയാൽ പോലും അറിയത്തില്ലല്ലോ ഗൈസ്. അങ്ങനത്തെ അവസ്ഥയാണ്. അയ്യോ, വെള്ളത്തിലോട്ട് പോയി. ജസ്റ്റ് അത് വണ്ടി കയറ്റാൻ പറ്റുമോ? നമുക്ക് വണ്ടി പൊക്കി കയറ്റാൻ പറ്റുകയാണെങ്കിൽ നന്നതിനെ. ഗൈസ് വണ്ടി പോയി ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഇത് വണ്ടി അടിച്ചു പോയി. നമുക്ക് വണ്ടിക്കകത്ത് വിസൈൽ വിട്ട് പൊട്ടിച്ച് കളയാം. വിസൈൽ കത്തുവാ പൊട്ടുവോ ആക്കറിയാം. നമുക്ക് മാതി എന്നങ്ങ് പൊട്ടിക്കാം. ക്ലിയർ ഇറങ്ങി ഒന്നെങ്കിലും സാത്താൻ. അയ്യോ, വെള്ളത്തിൽ തന്നെ വീണ്. ഇയാൾക്ക് എന്നത്തിൻ്റെ രോഗം. നേരെ വെള്ളത്തിൽ കൊണ്ട് ചാടും. ആയി നമുക്കിതങ്ങ് പൊട്ടിച്ചേക്കാം. വണ്ടി പൊട്ടേ കൈസ്. നമ്മൾ ഒന്നും പറ്റിയില്ല. ആ വണ്ടി പൊട്ടുന്നില്ല കൈസ്. പൊട്ടാത്ത വണ്ടി എന്നുവാ. ഒരു പുക അങ്ങനത്തെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയിൽ ഇവിടെ അങ്ങ് വിട്ട് കൊടുക്കാം കൈസ്. ഇത് കരയെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നന്നതിനെ. നമുക്ക് ഈ വണ്ടി അങ്ങ് എടുക്കാം. ഇന്ന് ഇത് വെള്ളത്തിൽ തന്നെ കിടക്കുന്ന എന്തുകൊണ്ട്? കരയ്ക്കകത്ത് കറങ്ങി പോവാ. ഞാൻ ഈ വണ്ടി അങ്ങ് എടുക്കും. ചെറുതായി കരയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞാൽ വരുമായിരിക്കും. നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പറ്റത്തില്ല കേട്ടോ. നമുക്ക് ഇത് വണ്ടി കത്തി തുടങ്ങി കേസ്. വണ്ടി കത്തി തുടങ്ങി. നമുക്ക് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഈ വണ്ടിയുടെ ആവശ്യമില്ല. നമുക്ക് ഈ വണ്ടി ഒരു മാസമായിട്ട് പിന്നെ വരുത്താം. വണ്ടി നിൻ്റെ കാര്യം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഓ ഗൈസ്, കരയിലോട്ട് വന്നില്ല. ഈ ദേഷ്യം വരുന്നു. വണ്ടി എവിടെയാണ്? വണ്ടി നീ പോയോ? വണ്ടി പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഹെൽത്തും പോയിട്ടുണ്ട് ഗൈസ്. വണ്ടി പോയി കേട്ടോ. അതെങ്ങോട്ടെങ്കിലും പോട്ടെ, അത് പോകാനുള്ളതായിരുന്നു. ആ വണ്ടീൻ്റെ ആകുമ്പോൾ നമുക്കൊരു വർഷമൂടെ കൊണ്ടുവരാം ഗൈസ്. നമുക്കൊരു വേറൊരു ബൈക്ക് കൊണ്ടുവരാം ഗൈസ്. തൽക്കാലം അത് പിന്നെ കൊണ്ടുവരാം. നമുക്കൊരു ഒരു ജീപ്പ് കൊണ്ടുവരാം. കെട്ട് ഓക്കെ. ബൈക്കാ ജീപ്പാണ് വരേണ്ടത്. നീ കയറ്റിയോ നോക്കട്ടെ. കുഴപ്പമില്ലാത്ത ബൈക്കാണ്. നമുക്ക് ഈ ബൈക്ക് ഇവിടെ പറഞ്ഞ ഈ ബൈക്ക് കേൾക്കത്തില്ല. നമുക്ക് നേരെ ഇത് വെള്ളത്തിൽ പോകില്ല ഗൈസ്. നേരെ മരത്തിൽ പിടിച്ച് നമുക്ക് ഇത് നേരെ ഇങ്ങോട്ടിടാം. നമ്മുടെ സൈക്കിളിൻ്റെ കൂടെ ഇടാം. ഒരു ബൈക്കോടെ എടുക്കട്ടെ. ഓക്കെ, സ്റ്റോപ്പ്. ഗൈസ് നമുക്ക് അടുത്ത വണ്ടി കൊണ്ടുവരാമേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ ഗൈസ്. നമുക്ക് ഇല്ല. അടുത്ത ഗൈസ് നമുക്ക് വേറൊരു സാധനം കൊണ്ടുവരാം. ജീപ്പെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിട്ടിയത് വണ്ടി ഇതായിരുന്നു ഗൈസ്. നമുക്ക് മറ്റേ ആ തീ ഒത്തുന്ന വണ്ടിയില്ല, അത് നമുക്കൊന്ന് കൊണ്ടുവരാം. അത് നമ്മൾ ഓടിച്ച് നോക്കത്തില്ല. നമുക്ക് ഏതായാലും നമ്മൾ ഓടിച്ച് നോക്കി. അത് പോയില്ല ഇപ്പോൾ. ഓക്കെ, അത് നമുക്ക് കിട്ടിയിരുന്നുണ്ട്. ഇനി കുഴപ്പമില്ല. ഗോസ്റ്റ് വണ്ടി. ഇനി അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി നമുക്ക് 4 വർഷം നോക്കുകയാണെങ്കിൽ ഒരു കാർ കിട്ടുമെന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. 4 ഇതെന്നാ? വാട്ട് ദ ഹെൽ ഇറ്റ് ഈസ്? ഇതെന്നെ പൊട്ടിത്തെറിച്ചാ? ഇതെന്നെ വൈകി വണ്ടിക്ക്. മുന്നിൽ ഇരുന്ന് വന്ന അവിടെ പൊട്ടിത്തെറിച്ച്. നമുക്കൊരു കാർ പകരം വണ്ടി ഇത് വന്നിരിക്കുന്നു. നമുക്കൊരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വല്ലാത്ത മോശമായി പോയി.
ഓ വേറൊരു ബൈക്ക് കേസ് ബൈക്കാണ് എനിക്കൊന്ന് കാറെന്നെല്ലാം പറയുന്നത് ബൈക്കാന്ന് തോന്നുന്നു. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ നേരെ നമുക്ക് ഇതൊന്നും ഓടിച്ച് നോക്കാം. ഓ ഗൈസ് സൂപ്പർ, നല്ല വണ്ടി ഗൈസ്. നമുക്കിവിടെ നിർത്തിയിട്ടേക്കാം. ഓ നേരെ ചാടി ഇറങ്ങേ അല്ല വേണ്ട, നമുക്ക് ഈ വണ്ടിക്ക് തീർത്തിയല്ലോ ഒരു വശത്തെ കയറിയിട്ട് ബാക്കിലോട്ട് പാർക്ക് ചെയ്തിട്ടാ. ബാക്ക് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാം ഗൈസ്. അടുത്ത നമുക്ക് വേറൊരു വണ്ടി കൊണ്ടുവരാം ഗൈസ്. നമുക്ക് ഇനി അടുത്ത അടുത്ത് നമുക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം, ട്രൈ ചെയ്യുക. അതിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്ലെയിൻ കൊണ്ടുവരാം കേട്ടോ. മറ്റേ പ്ലെയിൻ നമുക്ക് എയർപോർട്ടിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. പ്ലെയിൻ കിട്ടുമെന്ന് നോക്കാം. ഓ ഗൈസ് പ്ലെയിൻ കിട്ടിയിരിക്കുന്നുണ്ട്. പ്ലെയിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഇല്ല, കിടക്കട്ടെ. നമുക്ക് പ്ലെയിൻ എല്ലാം ഗൈസ്. അടുത്ത് നമുക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരാം ഗൈസ്. പ്ലെയിൻ എവിടെ? ആ ഉണ്ട്, ഓക്കെ. മനുഷ്യന്മാർ ചെയ്യാതെ നമ്മളിട്ടിടിക്കുമോ നമുക്ക് നോക്കാം. 1 2 3 4 5 കോൾ ഗൈസ്. അത് വരത്തില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ഗൈസ്, അതൊന്നും വരത്തില്ല. നമുക്ക് വേറൊരു വണ്ടിയുണ്ട് ഗൈസ്, നമുക്ക് വേറൊരു വണ്ടി കൊണ്ടുവരാം. ഗൈസ് നമുക്ക് വേറൊരു വണ്ടി കൊണ്ടുവരാം കേട്ടോ. എൻ്റെ ഉദാഹരണത്തിൽ നമുക്കൊരു ലോറി കൊണ്ടുവരാം. ലോറി കൊണ്ടുവന്ന എങ്ങനെയായിരിക്കും? നമുക്ക് ലോറി നോക്കാം. അല്ല, ലോറിക്ക് പകരം നമുക്കൊരു കാർ ഫസ്റ്റ് കൊണ്ടുവരാം. നമുക്ക് ഇത്ര നേരം ഒരു കാർ കിട്ടിയിട്ടില്ല, കാർ വേണം ഫസ്റ്റ്. 2 2 2 1 2 2 2 2 2 ഗൈസ്. കാറും കിട്ടിയില്ല ഗൈസ്, അതും കിട്ടാത്തില്ലെന്ന് മനസ്സിലായിരിക്കുന്നു. നമുക്കിനി അടുത്തത് ഞാൻ ലോറി കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ലോറി വരുവാണെങ്കിൽ പൊളിക്കാം നമുക്ക്. 2 2 2 4 നോക്കാം ഗൈസ്. അതും വരത്തില്ല. ഇത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറ്റിക്കുന്നത്. വീട്ടിൽ ഉള്ളതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. വീടിൻ്റെ വണ്ടിക്കെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല പണിയാണ് പ്ലസ്. നമുക്കൊരു കാർ വരുത്താൻ നോക്കാം. ഇല്ല വേണ്ട, നമുക്കൊരു പിന്നെ ഹെലികോപ്റ്റർ കൊണ്ടുവരാം ഗൈസ്. ഹെലികോപ്റ്റർ ഉണ്ട്, വേറെ സാധനമുണ്ട്, അത് കൊണ്ടുവരാം. എൻ്റെ പേര് എനിക്കറിഞ്ഞൂടെ. ടാങ്ക് കൊണ്ടുവരാം ഗൈസ്. ടാങ്ക് അതാന്ന് തോന്നുന്നു, നോക്കട്ടെ. 3 2 2 2 ഓക്കെ, ഇത്രേ ഉള്ളൂ. വിളിച്ച് നോക്കാം, കിട്ടിയാൽ നന്നായി. ഇല്ല, അതും ഡ്യൂപ്ലിക്കേറ്റ് ഗൈസ്. നമുക്കടുത്ത് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഹെലികോപ്റ്റർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഹെലികോപ്റ്റർ ഓടിച്ച് നോക്കാം. നമുക്ക് എന്നിട്ട് വീടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടിടാം. ഇല്ല വേണ്ട, വീടിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് നമുക്ക് ഇവിടെ താഴെ കിടക്കുന്ന വീടിൻ്റെ മണ്ടയ്ക്ക് എടുക്കുന്ന. ഇതെങ്ങനെയാണ് പറക്കുന്നത്? ഓക്കെ ഗുഡ്, ഓക്കെ. ഓ നമ്മൾ പൊക്കണം അല്ലേ, അതാ പാട്. ഓക്കെ, സ്റ്റോപ്പ്. ഇതെവിടെയാണ് നോക്കണ്ടേ? നമ്മുടെ വീട് ഇതാണോ നമ്മുടെ വീട്? ഇത് ക്യാമറ നോക്കാൻ പോയി പറ്റുന്നില്ല. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ വീട്. അല്ല ഗൈസ്, ഓക്കെ, ഇത് നമ്മുടെ വീട്. ഈ താഴത്തുള്ള ഈ കുഞ്ഞു സ്ഥലമാണ് നമ്മുടെ വീട്. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്, ഈ കുഞ്ഞു സ്ഥലം ഗൈസ് നമ്മുടെ വീട്. അങ്ങോട്ട് നീങ്ങ. ഇത് എങ്ങോട്ട് ഈ ഹെലികോപ്റ്റർ വന്നു? ഇത് കൺട്രോൾ ചെയ്യാൻ പാടാ കേട്ടോ, ഹെവി. ഈ ഹെലികോപ്റ്റർ ഞാൻ തല്ലി പിടിക്കും, ഇത് ദേഷ്യം.
നമുക്കിത് ലാൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ അത് ലാൻഡ് ചെയ്യാം. നമുക്ക് ഈ ബിൽഡിങ്ങിലൂടെ തന്നെ വിടാം. അതേ ഉള്ളൂ വരി. നമ്മുടെ വീട് ചെറുത് അതുകൊണ്ട് പാടാം. ഈ ബിൽഡിങ്ങിൽ കഥയ്ക്ക് അങ്ങ് ലാൻഡ് ചെയ്തേക്കാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ വന്നേ ലാൻഡ് ആവുമായിരിക്കും. ഓ, ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നോ? നമ്മുടെ ആൾ ചത്തുന്ന വിചാരിച്ച. പക്ഷേ ഹെലികോപ്റ്റർ കത്തിപ്പോയെന്നാൽ മതിയെന്ന് അത്രേ ഉള്ളൂ. ആൾ കത്തായി ഹെലികോപ്റ്റർ കത്തിപ്പോയി. ഓ, ഹെലികോപ്റ്റർ ഓക്കെ. നമുക്കൊരു ബൈക്ക് എടുക്കാം. ബൈക്ക് വേണ്ട, നമുക്കൊരു കുതിരേനെ കൊണ്ടുവരാം. കുതിര അങ്ങനത്തെ സാധനം. എന്നിട്ട് കുതിര വെച്ച് നമുക്ക് താഴോട്ട് ഇറങ്ങാം. പക്ഷെ നമ്മൾ ചത്തു കഴിഞ്ഞാൽ എല്ലാം പോകും ഗൈസ്, എല്ലാം പോകും. നല്ല ഓണയാണ്. പിന്നെ ഹെൽത്ത് കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. നോക്കത്തില്ല ചെയ്യാം. ഗൈസ് അത് വർക്ക് ചെയ്തില്ല. കുതിര എന്നൊന്നും പറഞ്ഞാൽ കിട്ടത്തില്ല ഗൈസ്. പിന്നെ നമ്മളെ തന്നെ കിട്ടുമെന്ന് പറയുന്നത് അതൊന്ന് ട്രൈ നോക്കണം. കിട്ടണില്ല. നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് വെച്ചിരിക്കും. കിട്ടാൻ വരെയില്ല. ഉണ്ട് ഗൈസ്, കിട്ടും. നമ്മളെവിടെ എവിടെ താരയാന്ന് തോന്നുന്നത്. ഹെൽത്ത് ഒരു മന്ത് ആയിട്ടുണ്ട്. നമുക്കൊരു ബൈക്ക് ഒപ്പിച്ചിട്ട് ഷോ ഗൈസ് നീ നോക്കാം. അതിനകത്ത് ഹൽക്ക് കൊണ്ടുവരാൻ പറ്റുന്നു ഗൈസ്. സീന് നമ്മളെ പോയി നാളെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് എവിടെയാണ് വന്നത്? ഒരു ബിൽഡിങ് വരെ ചുമ്മാ ഇല്ല. നമ്മുടെ വീട്ടിൽ പോയി നോക്കാം. ഗൈസ് ഒരു വണ്ടി എടുക്കാം. ഒരു വണ്ടി എടുക്കണം ഗൈസ്. നമുക്കൊരു തൽക്കാലത്തേക്കൊരു ബൈക്ക് എടുക്കാം. ബൈക്ക് മതിയായിരിക്കും. 400 നമുക്ക് ബൈക്ക് കിട്ടുമെന്ന് പറയുന്നത്. ട്രൈ നോക്കാം. ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് മെയിനായി എടുക്കുന്നത്. ഗൈസുണ്ട് ഗൈസ്, ബൈക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് എത്തിയിട്ട് താഴോട്ട് ഇറങ്ങാം. ഹെൽത്ത് ഒരു മന്ത് ആയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പോ സ്പീഡിൽ പോ. നമ്മുടെ വീട്ടിലോട്ട് നമുക്ക് ഒരു ലോങ് ജമ്പ് കാണണം. ജമ്പ്. ഓ മൈ ഗോഡ്. ഓ ഗൈസ്, ഒരു ആവത്തും പറ്റാതെ നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ബാക്ക്. നമ്മുടെ വീട് കത്തുന്ന ബൈക്ക്. അയ്യോ. ഓക്കെ, വെള്ളത്തിൽ പോകല്. നമുക്കങ്ങ് മാറ്റി വെക്കാം. ഗൈസ് ബൈക്ക് കത്തി ഗൈസ്. നമ്മളും കത്തി ഗൈസ്. എനിക്കൊന്ന് മേലും ചടിയപ്പോൾ ബൈക്ക് ഇതായിപ്പോയെന്ന് തോന്നുന്നത്. ബൈക്ക് കഴിഞ്ഞ് നമുക്കൊരു മസൽമാൻ വരുമെന്ന് അങ്ങെന്തോ പറയുന്നത്. ഗൈസ് ഇനി ഇൻഫിനിറ്റി ഹെൽത്ത് വരുമെന്ന് പറഞ്ഞത്. നമുക്കതൊന്ന് ട്രൈ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് വന്നാലും കുഴപ്പമില്ല, ജീവിക്കാൻ പറ്റും. അതും മതി. ഗൈസ് നമ്മുടെ എല്ലാ സാധനങ്ങളും പോയി തോന്നുന്നു ഗൈസ്. നമ്മൾ മരിച്ചത് കൊണ്ട് നമ്മൾ ചെന്ന് നോക്കാം. എല്ലാം പോയി കഴിഞ്ഞാൽ നല്ലോണം ഗൈസ്. ഓ ഗൈസ് എല്ലാം പോയി ഗൈസ്. നമ്മൾ എത്ര എല്ലാം പോയി. അത് കുഴപ്പമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വരുത്താൻ. നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് കൊണ്ടുവരാം. അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല. അതിന് നമ്പർ 9129. ഓക്കെ, നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് കിട്ടിയതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു വിസൈൽ വെച്ച് ഒന്ന് അടിച്ചു നോക്കാം നമ്മുടെ താരെ തന്നെ. ഓക്കെ, നമുക്കൊരു വല്ലതും കേസ് ഉണ്ടാക്കിയാലോ? നമുക്ക് ഈ ഭിത്തിൻ്റെ ഇവിടെ ഇരുന്നിട്ട് തന്നെ വീഡിയോ നോക്കാം. അപ്പോൾ ഹെൽത്ത് കുറവാണെങ്കിൽ അറിയാം. ഓക്കെ,
ഞാൻ ചേർന്ന് നിന്നിട്ട് ഒറ്റടി. ഓക്കെ ഗൈസ്, ഇത് വർക്കിംഗ് ആണ് ഗൈസ്. ഇൻഫിനിറ്റി ഹെൽത്ത് കിട്ടും ഗൈസ്. ഇനി ജെറ്റ് പാക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ജെറ്റ് പാക്ക് കിട്ടുമെന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പോവും. ഓക്കെ, ജെറ്റ് പാക്ക് നമുക്ക് കൊണ്ടുവരാം ഗൈസ്. 4-2-2 4-2-2. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. കിട്ടത്തില്ല ഗൈസ്, അത് ലൂപ്പാണ്. നമുക്കിനി ലോറി ഉണ്ടെന്നാലും ലോറിയാന്ന് തോന്നുന്നു അതിന് കണ്ടിട്ട്. അതിന് നമ്പർ 4-8-8. അതും കിട്ടത്തില്ല ഗൈസ്, അതും ലൂപ്പാണ് ഗൈസ്. അടുത്ത് നമുക്ക് ബസ് കൊണ്ട് നോക്കാം. ബസ് ഇട്ടാണെങ്കിൽ ജാക്ക്പോട്ട് അടിക്കുള്ളൂ. ബസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് പതക്കണം. 4-9-9-9 ഗൈസ്, കിട്ടത്തില്ല, അതും ലൂപ്പാ. ഈ ദേഷ്യം വരും ഗൈസ്. അടുത്തത് നമുക്ക് ഒരു ബലമുള്ള അങ്ങനത്തെ ആളിലെ സൂപ്പർ ജമ്പ് അങ്ങനെ അൾട്രാ സൂപ്പർ ജമ്പ് അങ്ങനെ എന്തോ കിട്ടുമെന്ന് പറയും. നമുക്ക് അത് ട്രൈ നോക്കാം. ഓക്കെ, ഗൈസ്. ഓക്കെ, കിട്ടും ഗൈസ്, നമുക്ക് ട്രൈ നോക്കാം. ചാടേ. ഓ, ഇതിനാകാശം എടാ, എനിക്ക് താഴെ കാണാം. എൻ്റെ ഓനെ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇത് എന്തൊരു ജമ്പ്, ഇത് ഭയങ്കര പാടാണല്ലോ. ഒരു ജമ്പ് ചാടാം. നമ്മൾ മേലോട്ട് പോകുന്നുണ്ടോ, ഓടുന്നു, ഒരു ചാട്ടം. ചാടേ, ഇതന്നെ സ്ലോ മോഷൻ. ചാടേ, ചിലർക്ക് വയ്യെന്ന് തോന്നുന്നു. ഓക്കെ ചാടി മണ്ട വരെ പോയിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, തെന്നി അടിച്ചതേ വീണ്ടും കിടക്കണം ഗൈസ്. അടുത്ത് നമുക്ക് സാധനം നോക്കാം. അടുത്ത് നമുക്ക് ഒരു 3-3-3 നോക്കി ഞാൻ ഒരു സാധനം കിട്ടുന്നു. അങ്ങനെ ട്രൈ നോക്കണം. എന്തോ ഗെയിം ചെയ്ത് ഞങ്ങൾക്ക് സാധനം തോന്നുന്നു. 3-3-3-3. ഓക്കെ, കാവല്ല കിട്ടുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഏതായാലും കിട്ടാൻ നേരം കൂടി ഇപ്പോൾ ഒരു കാവ് കിട്ടി. നല്ലൊരു കാവ്, കണ്ടാലേ അറിയാം. നമുക്ക് ഇവിടെ നമ്മുടെ കാത് കൊണ്ട് വെക്കാം. സ്റ്റോപ്പ്. ഗേറ്റോട്ട് അടിക്കും. നമുക്ക് അടുത്ത് കണ്ട് നോക്കാം. അടുത്ത് നമുക്കൊരു മുന്നേന്ന് ഒരു വേറെ സാധനം കിട്ടും ഗൈസ്. 1 അങ്ങനെ പറഞ്ഞു. എനിക്ക് നമുക്ക് ചെയ്ത് നോക്കാം. 1-2-1-2 പക്ഷേ കിട്ടിയാൽ മതിയെന്ന്. ഗൈസ് കിട്ടും. ഇതന്നെ ഐറ്റം. ഞാൻ ഇതൊന്നും അല്ല ഗൈസ് പ്രതീക്ഷിച്ചത്. വേറൊരു സാധനമാണ്. ഏതായാലും കുഴപ്പമില്ല, കിട്ടാത്തൊരു നല്ല സാധനം കിട്ടി. സന്തോഷം. ഒരു JCB കിട്ടുമെന്ന് ഒന്നിനെ. ഇതിന് വേറെ യൂസ് ഇല്ലല്ലേ. ഇതിനെ നമുക്ക് ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, സ്റ്റോപ്പ്. നമുക്ക് ഇറങ്ങാം. അടുത്ത സാധനം നമുക്ക് ഗൈസ്, അടുത്ത് നമുക്ക് KTM കൊണ്ടുവരാം. KTM ബൈക്ക് അതിന് നമുക്ക് വേണ്ടത് 1-90. അല്ല, 1-1-90. ഇത് പോയി.